നമസ്കാരം. 15ാം കേരള നിയമസഭയുടെ 11ാം സമ്മേളനത്തിന്റെ അവസാന ദിന വിശേഷങ്ങളിലേക്ക് സ്വാഗതം. 15ാം സമ്മേളനത്തിന്റെ 19ാം ദിവസമായ ഇന്ന് തിരക്കിട്ടതും ഗൗരവപൂർവമായ ചർച്ചകളാണ് സഭയിൽ നടന്നത്. ചോദ്യോത്തരവേളയിൽ ചോദ്യങ്ങളുടെ പട്ടികയിലെ 5 ചോദ്യങ്ങൾക്കാണ് മന്ത്രിമാർ ഇന്ന് സഭയിൽ വാക്കാൽ മറുപടി നൽകിയത്. പാർപ്പിട പദ്ധതികളുടെ ഗുണഭോക്താക്കൾക്ക് പട്ടയം, വിനോദസഞ്ചാര വികസന പദ്ധതികൾ, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് തൊഴിൽ പരിശീലനത്തിന് പദ്ധതി, ഓഫീസ് സേവനങ്ങൾ വേഗത്തിലും സുതാര്യവുമാക്കാൻ നടപടി, സ്മാർട്ട് റോഡ് പദ്ധതി എന്നിവ സംബന്ധിച്ച അംഗങ്ങളുടെ ചോദ്യങ്ങൾക്കാണ് ബന്ധപ്പെട്ട മന്ത്രിമാർ ഇന്ന് മറുപടി പറഞ്ഞത്. പ്രവാസികൾക്ക് ഭൂമി സംബന്ധമായ പേയ്മെന്റുകൾ വിദേശത്തിരുന്നുകൊണ്ട് നടത്താൻ പോർട്ടൽ തയ്യാറാവുന്നതായി റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജൻ അറിയിച്ചു. 10 വിവിധ വിദേശ രാജ്യങ്ങളിലെ പ്രവാസികൾക്ക് നമ്മുടെ ഭൂമി സംബന്ധമായിട്ടുള്ള വിവിധ പേയ്മെന്റുകൾ നടത്തുന്നതിന് വേണ്ടി ഒരു വെബ് പോർട്ടൽ സജ്ജമാക്കി വരികയാണ്. 10 രാജ്യങ്ങളിലുള്ളവർക്ക് ഇത് പ്രയോജനം ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു. 10 രാജ്യങ്ങളിലുള്ള ആളുകൾക്ക് ഈ 100 ദിന പരിപാടി കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് തന്നെ ഭൂമിയുമായി ബന്ധപ്പെട്ട പേയ്മെന്റുകൾ നടത്താൻ കഴിയും. പ്രാദേശിക ടൂറിസം ഡെസ്റ്റിനേഷനുകളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുമെന്ന് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി ശ്രീ PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. മലപ്പുറം ജില്ലയിൽ ഇതുപോലെ പ്രാദേശികമായ ഒട്ടേറെ അതിമനോഹരമായ സ്ഥലങ്ങളുണ്ട്. അതെങ്ങനെ വികസിപ്പിക്കാമെന്നുള്ളത് പരിശോധിക്കാം. ഡെസ്റ്റിനേഷൻ ചാലഞ്ച് ആ നിലയിലുള്ളൊരു പദ്ധതിയാണ്. അതിൻ്റെ സംസ്ഥാനതല പദ്ധതിയുടെ തുടക്കം കുറിക്കുന്നത് കുറ്റിപ്പുറത്താണ്. സംസ്ഥാനത്തെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ 48 സ്കിൽ കോഴ്സുകൾ പഠിപ്പിക്കുന്നുണ്ടെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി പറഞ്ഞു. 48 സ്കിൽ കോഴ്സുകൾ നിലവിൽ VHSC വിഭാഗത്തിൽ പഠിപ്പിക്കുന്നു. സർ, ഇത് കൂടാതെ 2023-24 അധ്യയന വർഷം മുതൽ സംസ്ഥാനത്തെ തെരഞ്ഞെടുത്ത സ്കൂളുകളിൽ സ്കിൽ ഡെവലപ്മെന്റ് സെന്ററുകൾ ആരംഭിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ പ്രധാന സ്ഥലങ്ങളിൽ മാനവീയം വീതി മോഡലിൽ റോഡുകൾ കൊണ്ടുവരാനുള്ള ആലോചനയുണ്ടെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ PA മുഹമ്മദ് റിയാസ് സഭയെ അറിയിച്ചു. തിരുവനന്തപുരം നഗരത്തിലും കേരളത്തിലെ പ്രധാന കേന്ദ്രങ്ങളിലും മാനവീയം വീതി മോഡലുള്ള റോഡുകൾ കൊണ്ടുവരാനുള്ള ആലോചന പൊതുമരാമത്ത് വകുപ്പിന്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളത് ഈ സഭയെ അറിയിക്കാൻ ഞാൻ പ്രത്യേകം ആഗ്രഹിക്കുന്നു. വിദ്യാഭ്യാസവും തൊഴിൽ സാധ്യതയും തേടി വിദേശത്തേക്ക് പോകുന്ന കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന വിഷയം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന ഉപക്ഷേപത്തിന് മന്ത്രി മറുപടി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചു. ഇന്നത്തെ തലമുറ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന അന്തരീക്ഷം സംസ്ഥാനത്തിന് നൽകാൻ സാധിക്കുന്നില്ലെന്ന് ഉപക്ഷേപത്തിന് നോട്ടീസ് നൽകിയ ശ്രീ മാത്യു കുഴനാടൻ ആരോപിച്ചു. ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറയുന്ന കേരളത്തിൽ നിന്നും ഒരു തലമുറ അല്ലെങ്കിൽ നമ്മുടെ ഭാവി തലമുറ ഈ രാജ്യത്ത് ഇവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ വിദ്യാർത്ഥികൾ ഉന്നത വിദ്യാഭ്യാസവും തൊഴിലും തേടി വിദേശത്തേക്ക് പോകുന്നത് ആഗോള പ്രതിഭാസമാണെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശ്രീമതി R ബിന്ദു മറുപടിയായി പറഞ്ഞു. കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥി കുടിയേറ്റം ഇന്ത്യയിലെ ആകെ കുടിയേറ്റത്തിന്റെ 4% മാത്രമാണ്. 2023 കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിച്ച കണക്ക് പ്രകാരം കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥി കുടിയേറ്റം ഇന്ത്യയിലെ ആകെ കുടിയേറ്റത്തിന്റെ 4% മാത്രമാണ് സർ. വിദ്യാർത്ഥികൾ വിദേശത്ത് ഉപരിപഠനത്തിന് പോകുന്നത് ഒരു കുറ്റമല്ല എന്നും വിഷയം ചർച്ച ചെയ്യാനായി സഭ നിർത്തിവെക്കേണ്ടതില്ലെന്നും മന്ത്രി പറഞ്ഞു. വിദ്യാർത്ഥികൾ വിദേശത്ത് പോകുക എന്നുള്ളത് ഗ്ലോബലൈസേഷന്റെ കാലത്ത് തടഞ്ഞു നിർത്താൻ പറ്റുന്ന ഒരു കാര്യമല്ല, തടഞ്ഞു നിർത്തേണ്ട കാര്യവുമില്ല. സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ടതായ യാതൊരു അടിയന്തര ആവശ്യവുമില്ല. ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസം സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ നിർത്തിവെക്കണമെന്ന ഉപക്ഷേപത്തിന് അനുമതി നിഷേധിക്കുന്നു. ബഹുമാനിയായ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഈ നിഷേധാത്മകമായ സമീപനം നിങ്ങളിത് ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ പോവാണ്. നിങ്ങളുടെ ഇന്നത്തെ വേഴ്സ് അതിൽ പ്രതിഷേധിച്ച് ഞാനും എന്റെ പാർട്ടിയും വോക്കൌട്ട് ചെയ്യും. സഭയിൽ അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലുകൾക്ക് ബന്ധപ്പെട്ട മന്ത്രിമാർ മറുപടി നൽകി. കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ വികസന പ്രവർത്തനങ്ങളും കോഴിക്കോട് ജനറൽ ആശുപത്രിയുടെ മാസ്റ്റർ പ്ലാൻ അനുസരിച്ചുള്ള പദ്ധതികളും സംബന്ധിച്ച് ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലിന് ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജും പിന്നാക്ക ന്യൂനപക്ഷ വിഭാഗങ്ങളെ ശാക്തീകരിക്കുന്നതും ഉദ്യോഗസ്ഥ തലത്തിൽ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നതും സംബന്ധിച്ച് ശ്രീ TV ഇബ്രാഹിം അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലിന് പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക ക്ഷേമ വകുപ്പ് മന്ത്രി
ശ്രീ OR കേളുവും മറുപടി പറഞ്ഞു. ഈ കഴിഞ്ഞ ഡിസംബറിൽ 2023 ഡിസംബറിൽ 9 അധ്യാപക തസ്തികകൾ സൃഷ്ടിച്ച് നിയമനം നടത്തിയിരുന്നു സർ. ഇതിന്റെ വിശദമായിട്ടുള്ള വിവരങ്ങൾ ഞാൻ ടേബിൾ ചെയ്യുന്നുണ്ട്. സർക്കാർ എല്ലാ വകുപ്പിനും ഈ ആവശ്യമായിട്ടുള്ള നിർദ്ദേശം നേരത്തെ കൊടുത്തിട്ടുണ്ട്. ആ കാര്യങ്ങൾ ക്രമീകരിച്ച് വരുന്നേ ഉള്ളൂ. അതാണ് ഞാൻ പൂർണ്ണമായിട്ടില്ല എന്ന് സൂചിപ്പിച്ചത്. അവസാന ദിനമായതിനാൽ 43 സബ്മിഷനുകളാണ് സഭയിൽ ഇന്ന് അവതരിപ്പിച്ചത്. സാറേ, പ്ലാച്ചിമട ദുരിതബാധിതർക്ക് നഷ്ടപരിഹാരം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ കമ്പനിയുടെ നിർദ്ദേശപ്രകാരം 36.7 ഏക്കർ ഭൂമിയും കെട്ടിടവും സർക്കാരിന് കൈമാറിയിരിക്കുകയാണ്. ഇഷ്ടമായ മറുപടിയുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ രേഖപ്പെട്ട ഈ മറുപടി ടേബിൾ ചെയ്യുന്നു. ജനവാസ മേഖലകളെയും കൃഷി സ്ഥലങ്ങളെയും പൂർണ്ണമായിട്ടും പരിസ്ഥിതി പ്രാധാന്യമുള്ള പ്രദേശങ്ങളായി മാറ്റുന്നതിനെ ഒഴിവാക്കുന്നതിനും ആവശ്യമായിട്ടുള്ള നടപടികൾ കേരള ഗവൺമെൻറ് സ്വീകരിക്കുന്നു. ജനവാസ മേഖലകൾ, തോട്ടങ്ങൾ, ജലാശയങ്ങൾ, ഒറ്റപ്പെട്ട വനപ്രദേശങ്ങൾ എന്നിവ പൂർണ്ണമായി ഒഴിവാക്കി മാത്രമേ പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ വിജ്ഞാപനം ചെയ്യാവൂ എന്നതാണ് സംസ്ഥാനത്തിൻ്റെ നിലപാട്. അതനുസരിച്ചുള്ള നടപടികളാണ് നേരത്തെ വിശദീകരിച്ചിട്ടുള്ളത്. 2021-22 സാമ്പത്തിക വർഷത്തെ CNDAGയുടെ വിവിധ റിപ്പോർട്ടുകൾ ധനകാര്യമന്ത്രി ഇന്ന് സഭയുടെ മേശപ്പുറത്ത് വെച്ചു. സർ, കാര്യവിവര പട്ടികയിലെ 3.1.2, 3.1.13, 3.2.2, 3.3.2 പ്രകാരമുള്ള കടലാസുകൾ ഞാൻ മേശപ്പുറത്ത് വെക്കുന്നു. സംസ്ഥാനത്ത് പുതിയ +1 സീറ്റുകളും ബാച്ചുകളും അനുവദിക്കുന്നത് സംബന്ധിച്ച് പൊതുവിദ്യാഭ്യാസ മന്ത്രി ശ്രീ V. ശിവൻകുട്ടി സഭയിൽ ചട്ടം 300 അനുസരിച്ചുള്ള പ്രസ്താവന ഇന്ന് നടത്തി. സർ, സംസ്ഥാനത്തെ 2024-25 അധ്യയന വർഷത്തിൽ +1 പ്രവേശനത്തിന് 1ാം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഉൾപ്പെടെയുള്ള മുഖ്യ അലോട്ട്മെൻറ്റുകൾ കഴിഞ്ഞപ്പോഴും പ്രവേശനം ലഭിക്കാത്ത മലപ്പുറം, കാസർഗോഡ് ജില്ലയിലെ വിദ്യാർത്ഥികളുടെ +1 പ്രവേശനത്തിനായി പ്രസ്തുത ജില്ലകളിൽ താൽക്കാലിക ബാച്ചുകൾ അനുവദിക്കുകയാണ്. കാസർഗോഡ് ജില്ലയിൽ 18 സർക്കാർ സ്കൂളുകളിലായി 18 ബാച്ചുകൾ താൽക്കാലികമായി അനുവദിക്കുന്നു. ഇതോടെ +1 പ്രവേശനം സംബന്ധിച്ച പ്രശ്നങ്ങൾക്ക് പൂർണ്ണമായി പരിഹാരം കാണുമെന്നാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഒരു ചട്ടത്തിനുള്ള ഭേദഗതിയും സഭ ഇന്ന് പരിഗണിച്ചു. സർ, ദ കേരള ഗവൺമെൻറ് ലാൻഡ് അലോട്ട്മെൻറ്റ് ആൻഡ് അസസ്മെൻറ്റ് ഫോർ ഇൻഡസ്ട്രിയൽ പർപ്പസ് സ്കൂൾസ് 2023 താഴെ പറയുന്ന ഭേദഗതികൾ ഞാൻ അവതരിപ്പിക്കുന്നു. 10ാമത്തെയും 11ാമത്തെയും 15ാമത്തെയും സ്വീകരിക്കുന്നില്ല. ബാക്കി നിർദ്ദേശങ്ങളെല്ലാം സ്വീകരിക്കുന്നു. ബഹുമാനപ്പെട്ട റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി സ്വീകരിച്ച ഭേദഗതികൾ സഭ അംഗീകരിച്ചിരിക്കുന്നു. 2024-25 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റിലെ ഉപധനാഭ്യർത്ഥനകളെയും വിവിധ വർഷങ്ങളിലേക്കുള്ള ധനാഭ്യർത്ഥനകളെയും സംബന്ധിക്കുന്ന ധനവിനിയോഗ ബിൽ ധനകാര്യമന്ത്രി ശ്രീ KN ബാലഗോപാൽ ഇന്ന് സഭയിൽ അവതരിപ്പിച്ചു. 7 പേരാണ് ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചത്. ചർച്ചയിൽ ഉയർന്നുവന്ന വിഷയങ്ങൾ സംബന്ധിച്ച് ധനകാര്യമന്ത്രി ശ്രീ KN ബാലഗോപാൽ മറുപടി പറഞ്ഞു. തുടർന്ന് 3 മുതൽ 7 നമ്പർ വരെയുള്ള 2024 കേരള ധനവിനിയോഗ ബില്ലുകൾ സഭ പാസാക്കി. 8,000 ചില്ലാനും കോടിയാണ് UDFന്റെ കാലത്തുണ്ടായിരുന്നെങ്കിൽ ഇതുവരെ ഇത്രയും സമയം കൊണ്ട് 50,000-നും 60,000-നും ഇടയ്ക്ക് കോടി ഈ കഴിഞ്ഞ 8 വർഷം കൊണ്ട് ചെലവാക്കി കഴിഞ്ഞു. സർ, 2024 കേരള ധനവിനിയോഗ 7ാം നമ്പർ ബിൽ പാസ്സാക്കണമെന്ന് ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കുന്നു. ഉപക്ഷേപത്തെ പിന്താങ്ങേണ്ടതാണ്. 2024 കേരള ധനവിനിയോഗ 7ാം നമ്പർ ബിൽ പാസ്സാക്കണമെന്ന് ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ ഉപക്ഷേപം അംഗീകരിച്ചിരിക്കുന്നു. ബിൽ പാസ്സായിരിക്കുന്നു. ശ്രീ N. ഷംസുദ്ദീൻ ഉന്നയിച്ച ക്രമപ്രശ്നത്തിന്മേൽ സ്പീക്കർ റൂളിംഗ് നടത്തി. ക്രമപ്രശ്നം ശ്രീ N. ഷംസുദ്ദീൻ. 2021 ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ സംവിധാനങ്ങളും പ്രൈവറ്റ് രജിസ്ട്രേഷനും ഒരു യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല നിയമം പാസാക്കിയത്. ആ നിയമത്തിൽ തന്നെ പറയുന്ന അതിൻ്റെ 50ാം വകുപ്പ് 60ാം വകുപ്പുകൾ പ്രകാരം ഇതിനുള്ള സ്റ്റാറ്റ്യൂട്ടും റൂൾസുകളും കഴിയുന്ന അത്രയും വേഗം നിയമസഭയിൽ വെക്കേണ്ടതാണ്. ഈ നിയമം നിലവിൽ വന്ന് 3 വർഷം കഴിഞ്ഞിട്ടും നാളിതുവരെ യൂണിവേഴ്സിറ്റി സംബന്ധിച്ച ആദ്യ സ്റ്റാറ്റ്യൂട്ട്, ഫസ്റ്റ് സ്റ്റാറ്റ്യൂട്ടും ചട്ടവും രൂപീകരിച്ച് നിയമസഭയുടെ പരിഗണനക്കായിട്ട് വച്ചിട്ടില്ല. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല ആക്ടിന്റെ അനുബന്ധമായി രൂപീകരിക്കേണ്ട ആദ്യ സ്റ്റാറ്റ്യൂട്ടിന്റെ കരട് തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. തയ്യാറാക്കിയ കരട് ഇംഗ്ലീഷ് ഭാഷയിലാണ്. ആയതിന്റെ മലയാള പരിഭാഷ തയ്യാറാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ഇവിടെ പ്രത്യേകം പരാമർശിക്കപ്പെട്ട ചട്ടങ്ങൾ ഉൾപ്പെടെ ഇനിയും പുറപ്പെടുവിക്കേണ്ട എല്ലാ ചട്ടങ്ങളും സമയബന്ധിതമായി തയ്യാറാക്കി വിജ്ഞാപനം നടത്തുവാൻ ആവശ്യമായ സർക്കാർ തല ക്രമീകരണം അടിയന്തരമായി ഏർപ്പെടുന്നതാണെന്ന് ചെയർ റൂൾ ചെയ്യുന്നു. 2023 കേരള പൊതുരേഖാ ബിൽ പുരാവസ്തു വകുപ്പ് മന്ത്രി ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ സഭയിൽ അവതരിപ്പിക്കുകയും സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന ഉപക്ഷേപം സഭ പാസാക്കുകയും ചെയ്തു. കേരള പൊതുരേഖാ ബിൽ ഞാൻ അവതരിപ്പിക്കുകയാണ്. സർക്കാരിന് അധിക സാമ്പത്തിക ചെലവുകൾ ഉണ്ടാവുന്നതല്ലെന്ന ബഹുമാനപ്പെട്ട മന്ത്രിയുടെ പ്രസ്താവന ചെയർ മുഖവിലക്കെടുക്കുകയാണ്. തടസ്സവാദങ്ങൾ തള്ളുന്നു. ബിൽ അവതരിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ സബ്ജക്ട് കമ്മിറ്റി അല്ല സെലക്ട് കമ്മിറ്റി പോവല്ലേ, പോയി വരുമ്പോൾ കേന്ദ്ര നിയമത്തിന് സമാനമായിട്ടുള്ള രീതിയിലേക്ക് പീനൽ പ്രൊവിഷൻ മാറ്റണം. ഇപ്പം തന്നെ മാറ്റിയാൽ വളരെ സന്തോഷം. ഓർഡർ 2023 കേരള പൊതുരേഖ ബിൽ
ഇനി പറയുന്ന അംഗങ്ങൾ ഉൾപ്പെടുന്ന ഒരു സെലക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കുന്നു. അവകാശ ലംഘനങ്ങൾ സംബന്ധിച്ച നോട്ടീസുകളുടെ വിവരങ്ങൾ സ്പീക്കർ സഭയെ അറിയിച്ചു. 2023 ഡിസംബർ 4-5 തീയതികളിൽ നാട്ടിക നിയോജക മണ്ഡലത്തിലെ നവകേരള സദസ് എന്ന വേദിയിൽ സംഘാടക സമിതിയുടെ പ്രവർത്തനങ്ങളെ താളം തിരിക്കുന്ന തരത്തിൽ കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി സലീഷൻ ശങ്കറിന്റെ നേതൃത്വത്തിൽ നടന്ന ക്രമവിരുദ്ധ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അന്വേഷിച്ച് നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സംഘാടക സമിതി ചെയർമാനായിരുന്ന ശ്രീ CC മുകുന്ദൻ MLA സമർപ്പിച്ച പരാതിയിന്മേൽ ആഭ്യന്തര വകുപ്പിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ട് തൃപ്തികരമാത്ത സാഹചര്യത്തിൽ പ്രസ്തുത പരാതി കേരള നിയമസഭയുടെ നടപടിക്രമവും കൃത്യനിർവഹണവും സംബന്ധിച്ച ചട്ടം 159 അനുസരിച്ച് അന്വേഷണത്തിനും റിപ്പോർട്ടിനുമായി പ്രിവിലേജസ് എത്തിക്സ് എന്ന സംബന്ധിച്ച കമ്മിറ്റിക്ക് 20/6/2024 റെഫർ ചെയ്തിട്ടുണ്ട്. ഗവൺമെന്റ് മുമ്പാകെ മറ്റു ബിസിനസ്സുകൾ അവശേഷിക്കാത്തതിനാൽ സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയാവുന്നതാണെന്ന ഉപക്ഷേപം മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സഭയിൽ അവതരിപ്പിച്ചു. സമ്മേളനം അവസാനിപ്പിക്കുന്ന ഉപക്ഷേപം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവതരിപ്പിക്കേണ്ടതാണ്. സർ, സഭ മുൻപാകെ മറ്റ് അത്യാവശ്യ ബിസിനസ്സുകളൊന്നും ഇല്ലാത്തതിനാൽ സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയാവുന്നതാണ്. ഉപക്ഷേപത്തെ സഭ പിന്താങ്ങേണ്ടതാണ്. ഉപക്ഷേപം സഭ അംഗീകരിച്ചിരിക്കുന്നു. 11ാം സമ്മേളന നടപടികളുടെ സംക്ഷിപ്ത രൂപം സ്പീക്കർ സഭയിൽ വായിച്ചു. 2024-25 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റിലെ ധനാഭ്യർത്ഥനകളെ വിശദമായി പരിഗണിച്ച് പാസാക്കുന്നതിനായി ചേർന്ന 15ാം കേരള നിയമസഭയുടെ 11ാം സമ്മേളനം നടപടികൾ പൂർത്തീകരിച്ച് ഇന്ന് അവസാനിക്കുകയാണ്. 2024 ജൂൺ 10 ആരംഭിച്ച സമ്മേളനം ആകെ 28 ദിനങ്ങൾ ചേരാനാണ് കലണ്ടർ തയ്യാറാക്കിയിരുന്നെങ്കിലും 2024 ജൂൺ 25 തീയതി ചേർന്ന കാര്യോപദേശക സമിതിയുടെ യോഗത്തിൻ്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ 9 ദിവസത്തെ സമ്മേളനം ഒഴിവാക്കിയുണ്ടായി. പുതുക്കിയ കലണ്ടർ പ്രകാരം ആകെ 19 ദിവസങ്ങളാണ് സഭ ചേർന്നത്. നടപടികൾ പൂർത്തിയാക്കി വൈകിട്ട് 3:44 സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. ഓർഡർ സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയുന്നു. 15ാം കേരള നിയമസഭയുടെ 11ാം സമ്മേളന വിശേഷങ്ങൾ ഇവിടെ പൂർത്തിയാകുന്നു. അടുത്ത സമ്മേളന കാലയളവിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.